നമസ്കാരം. കന്യാദാനം എന്ന സീരിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷമിക്കണം, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് സീരിയലിൻ്റെ ഫോട്ടോസുകൾ കാണിക്കാൻ കഴിയുന്നതല്ല. അനന്തൻ മാഷും ചീരുവും കൂടി വിനയന്റെ വീട്ടിൽ വരുന്നതൊക്കെ വിനയൻ കാണുന്ന സ്വപ്നങ്ങളായിരുന്നു. സ്വപ്നത്തിൽ വീണ്ടും വിനയൻ ചീരുവിനെ ഉപദ്രവിക്കുന്നു. വിനയൻ തള്ളിയിടുന്ന ചീരു വീഴുന്നതായാണ് വിനയൻ സ്വപ്നം കാണുന്നത്. എന്നാൽ ചീരുവും ദുസ്വപ്നം കാണുന്നു. വയറുവേദനയെ തുടർന്ന് ചീരുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ചീരുവിന് ഭയമുള്ളതുകൊണ്ടാണ് വേദന ഉള്ളതെന്നും അതിൻ്റെ കാരണം എന്താണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ചീരുവിൻ്റെ ഭർത്താവ് വീണ്ടും നാട്ടിൽ വന്നിട്ടുണ്ട്, അതാണ് കാരണമെന്ന് അമ്പിളി പറയുന്നു. ചീരുവിന് ഇഷ്ടമില്ലാത്തവരെ കാണിക്കാതിരിക്കുക എന്ന് ഡോക്ടർ പറയുന്നു. വീണ്ടും അനുപമയുടെ വീട്ടിൽ സ്വപ്നകഥയുമായി വിനയൻ വരുന്നു. 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ നീ ഇവിടെ വന്നിട്ട്, വീണ്ടും എന്തിനാണ് വന്നതെന്ന് അനന്തൻ മാഷ് ചോദിക്കുന്നു. ചീരുവിനെന്തോ പറ്റിയെന്ന് സ്വപ്നം കണ്ടതുകൊണ്ടാണ് വന്നതെന്ന് വിനയൻ മാഷിനോട് പറയുന്നു. അപ്പോൾ തന്നെ ചീരുവിനെയും കൊണ്ട് അമ്പിളിയും രഘുവും വരുന്നു. വിനയനെ കണ്ട് ഇവരാരും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകുന്നു. കുറെ കഴിഞ്ഞ് രഘു പുറത്തേക്ക് വന്നിട്ട് വിനയനോട് പറയുന്നു, ചീരുവിന് കുഴപ്പമൊന്നുമില്ല, പ്രസവത്തിന് ഡേറ്റ് ആകുമ്പോൾ അറിയിക്കാം, അതുവരെ ഇവിടെ വന്നിങ്ങനെ ശല്യം ചെയ്യരുതെന്ന് രഘു പറയുന്നു. അത് കേട്ട വിനയൻ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുന്നു. ഞാൻ ചീരുവിനെ ഇതുവരെ ചതിച്ചിട്ടില്ല, രഘുവേട്ടൻ അമ്പിളി ചേച്ചിയെ ചതിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. 2 പെൺമക്കളെ 15 ലക്ഷത്തിന് വിറ്റവൻ, ഭാര്യയെ പല പ്രാവശ്യം കൊല്ലാൻ നോക്കിയവൻ, അവനാണ് രഘുവിനെ ആദിലിൻ്റെ ഭാര്യയുടെ കൂടെ കണ്ടതിനെ സംശയിക്കുന്നത്. ആദ്യമേ തന്നെ സ്വന്തം കുട്ടിയെ 5 ലക്ഷത്തിന് വിറ്റവനാണിവൻ. അന്നത് പോലീസ് കേസ് ആക്കിയിരുന്നെങ്കിൽ അവനിൽ നിന്നും ചീരു രക്ഷപ്പെടുമായിരുന്നു. മഞ്ചാടിയുടെ വീഡിയോ ജീവൻ രാജിന് വിറ്റ പ്രശ്നത്തിൽ അവനെ ഡിവോഴ്സ് ചെയ്യാൻ പോയതാണ്. 2ാമതും ഗർഭിണിയായതുകൊണ്ട് അതിൽ നിന്നും അനന്തൻ മാഷ് ചീരുവിനെ പിന്തിരിപ്പിച്ചു. കുട്ടികളെ വിറ്റു നടക്കുന്നവൻ, ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കാതെ സംശയരോഗം ബാധിച്ച് അവരെ കൊല്ലാൻ നടക്കുന്ന ഇവൻ ഇനി ഏത് പെണ്ണിൻ്റെ അടുത്ത് പോയാലും ഒരു പെണ്ണും ഇവനെ തിരിഞ്ഞു നോക്കില്ല. എന്നിട്ടാണ് വലിയ ശ്രീരാമചന്ദ്രനായി രഘുവിനോട് അവൻ വാചകമടിക്കുന്നത്. സുശീല ഹർഷയുമായി നടത്തിയ നാടകം അനുപമ അറിഞ്ഞതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പോയെങ്കിലും നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് അനുപമ പ്രസിഡന്റിനോട് അത് പറഞ്ഞില്ല. അവർ തിരിച്ചു പോരുന്നു. വീണ്ടും സുശീലയുടെ അഭിനയം തുടരുന്നു. അനുപമയെയും ഇന്ദ്രനെയും കാണണമെന്ന് പറയുന്നു കുഞ്ഞമ്മ. സുശീലയും ഹർഷയും കൂടി അനുപമ നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കുഞ്ഞമ്മ പറയുന്നു. നിങ്ങളിൽ ആരെയെങ്കിലും സുശീല കൊല്ലാൻ പോലും മടിക്കില്ല. ഈ 2 ദിവസം നിങ്ങൾ നല്ലപോലെ സൂക്ഷിക്കണമെന്നും കുഞ്ഞമ്മ പറയുന്നു. അനുപമയും ഇന്ദ്രനും കൂടി കുഞ്ഞമ്മയെ കാണാൻ പോകുന്ന സമയം നോക്കിയ സുശീല അനുപമ ചെടിക്കടിക്കാൻ വാങ്ങിവെച്ച വിഷം എടുത്തുകൊണ്ടുവന്ന് കുറച്ചെടുത്തൊരു കുപ്പിയിൽ ഒഴിക്കുന്നു. ബാക്കി വിഷമെടുത്ത് അനുപമയുടെ മുറിയിലുള്ള അലമാരയിൽ കൊണ്ടുചെന്ന് വെക്കുന്നു. വിനയൻ വീണ്ടും രഘുവും ആമിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയാൻ പോലീസ് സ്റ്റേഷനടുത്തുള്ള കടയിൽ നിൽക്കുന്നു. അവിടെ നിന്നും ഇറങ്ങി വരുന്ന ഒരു പോലീസുകാരനോട് അവൻ്റെ സൈക്കോ അഭിനയം നടത്തി രഘുവിനെക്കുറിച്ച് ചോദിക്കുന്നു. അയാൾ 2 ദിവസത്തിനുള്ളിൽ പറയാമെന്ന് പറഞ്ഞു പോകുന്നു. വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.